നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൂത്തുപറമ്പ് വെടിവെപ്പിൽ ആരോപണ വിധേയനായ റവാഡ ചന്ദ്രശേഖരെ സംസ്ഥാന പോലീസ് മേധാവിയായി തെരഞ്ഞെടുത്തത് രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കേണ്ട പ്രശ്നമല്ലെന്ന് മുതിർന്ന CPM നേതാവ് പി ജയരാജൻ. കേസിൽ റവാഡ ചന്ദ്രശേഖർ 2012 കുറ്റവിമുക്തനായി. വിമർശനവും സ്വയം വിമർശനവും CPMൽ നടത്താമെന്നും പാർട്ടിക്കകത്ത് പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്നും പി ജയരാജൻ. പാലക്കാട് സപ്ലൈകോ ഓഫീസിനു മുന്നിൽ പ്രതീകാത്മക പിച്ചതണ്ടൽ സമരവുമായി കർഷക സംരക്ഷണ മുന്നണി. പ്രതിഷേധ സമരം നെല്ലളന്ന മാസങ്ങളായിട്ടും വില ലഭിക്കാത്ത സാഹചര്യത്തിൽ കർഷകർക്ക് പണം നൽകാൻ കഴിയാത്തത് പരാജയമാണെന്ന CPI വിലയിരുത്തൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന ഏറ്റുപറച്ചിലാണെന്ന് സമിതി രക്ഷാധികാരി ചിദംബരൻകുട്ടി മാസ്റ്റർ. വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ പനയൂരിലെ തകർന്ന കൾവർട്ടിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയായി. ഗതാഗത നിയന്ത്രണം ബുധനാഴ്ച വരെ തുടരും. മേൽപ്പാല നിർമ്മാണം അനന്തമായി നീളുമ്പോൾ വാടാനംകുറിശ്ശിയിൽ യാത്രാ ദുരിതം തുടരുന്നു. അറ്റകുറ്റപ്പണി നടത്തിയ സർവീസ് റോഡുകൾ വീണ്ടും പാടെ തകർന്നു. നവീകരിച്ച തൃശൂർ കൈരളി ശ്രീ തിയേറ്ററുകൾ പ്രദർശന സജ്ജമെന്ന് KFDC. തിയേറ്ററുകൾ നൂതന ദൃശ്യശ്രവ്യ സാങ്കേതിക വിദ്യകളോടെ നവീകരിച്ചത് 16 കോടി രൂപ ചെലവിൽ. തിയേറ്റർ സമുച്ചയത്തിന്റെ സമർപ്പണം ജൂലൈ 1-ന്. വാർത്തകൾ വിശദമായി. റവാഡ ചന്ദ്രശേഖരെ സംസ്ഥാന പോലീസ് മേധാവിയായി തെരഞ്ഞെടുത്തത് രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കേണ്ട വിഷയമല്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ. കൂത്തുപറമ്പ് വെടിവെപ്പിൽ ആരോപണ വിധേയനായിരുന്ന റവാഡ ചന്ദ്രശേഖർ 2012 കുറ്റവിമുക്തനാക്കപ്പെടുന്നത്. വിമർശനവും സ്വയം വിമർശനവും CPMനകത്ത് നടത്താമെന്നും പാർട്ടിക്കകത്ത് പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്നും പി ജയരാജൻ പറഞ്ഞു. റവാഡ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസ് മേധാവിയായി തെരഞ്ഞെടുത്തത് രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കേണ്ട പ്രശ്നമല്ലെന്ന് മുതിർന്ന CPM നേതാവ് പി ജയരാജൻ പറഞ്ഞു. സർക്കാർ തങ്ങൾക്ക് മുന്നിലെത്തിയ നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനമെടുക്കുകയായിരുന്നു. ആ തീരുമാനത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് സർക്കാരാണ്. കൂത്തുപറമ്പ് വെടിവെപ്പിൽ ആരോപണ വിധേയനായിരുന്ന റവാഡ 2012 കേസിൽ കുറ്റവിമുക്തനാക്കപ്പെടുന്നത്. ചുമതല നിർവഹിക്കാൻ ആരാണ് യോഗ്യനെന്ന് സർക്കാർ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരിക്കുകയാണെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. ഒരു പ്രശ്നമല്ല, ഗവൺമെൻറ് തങ്ങളുടെ മുന്നിലുള്ള വന്ന നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുത്തതാണ്. ആ തീരുമാനത്തെക്കുറിച്ച് ഗവൺമെൻറ്റാണ് വിശദീകരിക്കേണ്ടത്. രാഷ്ട്രീയമായിട്ടുള്ള കാര്യം നോക്കുമ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും പല ഘട്ടങ്ങളിലും CPMനും അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനകൾക്കുമൊക്കെ എതിർപ്പുയർത്തിയ നടപടികൾ കൈക്കൊണ്ടവരുണ്ടാവാം. കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ കാര്യത്തിൽ രവത ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ടും അന്ന് ആക്ഷേപം ഉന്നയിച്ചതാണ്. രവതി ഒറ്റക്കല്ല, ഇവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് അന്നത്തെ ലാത്തി ചാർജും വെടിവെപ്പുമൊക്കെ ഇടയാക്കിയിട്ടുള്ള സംഘർഷം ഉണ്ടായത്. തീർച്ചയായിട്ടും ഇപ്പോൾ പരിഗണിക്കപ്പെട്ട 3 പേരിൽ മറ്റൊരാളാണ് നിതിൻ അഗർവാൾ. നിതിൻ അഗർവാളിനെതിരായിട്ടും CPIM പരാതി നൽകുകയുണ്ടായി. ഏതാണ്ട് വെടിവെപ്പ് നടന്ന അതേ കാലത്താണ് തലശ്ശേരിയിൽ ചുമതലയുണ്ടായിരുന്ന നിതിൻ അഗർവാൾ അന്ന് ASP ആയിരുന്നു. അവിടെ RSSുമായിട്ട് CPIM സംഘർഷത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് CPMൻ്റെ ഇപ്പോഴത്തെ കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി സഖാവ് M സുകുമാരനെ ഭീകരമായി ലോക്കപ്പിൽ വെച്ച് തല്ലിച്ചതച്ച കേസിൽ പ്രതിയായിരുന്നു നിതിൻ അഗർവാൾ. ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ വിമർശനം നടത്തിയത് സംബന്ധിച്ച ചോദ്യത്തിന് പാർട്ടിക്കകത്ത് പറഞ്ഞത് എന്തെന്ന് മാധ്യമങ്ങളോട് പറയേണ്ട ആവശ്യമില്ലെന്ന് ജയരാജൻ പ്രതികരിച്ചു. വിമർശനവും സ്വയം വിമർശനവും CPMനകത്ത് നടത്താം. മറ്റ് പാർട്ടിയെപ്പോലെയല്ല CPM. പല വാർത്തകളും മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രതികരിക്കാനില്ലെന്നും പി ജയരാജൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നെല്ലളന്ന് മാസങ്ങളായിട്ടും സംഭരണ വില ലഭിച്ചില്ല. പാലക്കാട്ട് സപ്ലൈകോ ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക പിച്ചതണ്ടൽ സമരവുമായി കർഷക സംരക്ഷണ സമിതി. കർഷകർക്ക് പണം നൽകാൻ കഴിയാത്തത് പരാജയമാണെന്ന CPI വിലയിരുത്തൽ സർക്കാർ പരാജയമാണെന്ന ഏറ്റുപറച്ചിലാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത സമിതി രക്ഷാധികാരി ചിദംബരൻകുട്ടി മാസ്റ്റർ ചൂണ്ടിക്കാട്ടി.
ഭൂമി തരം മാറ്റലിലൂടെ ലഭിച്ച തുക കോടതി നിർദ്ദേശം മറികടന്ന് വക മാറ്റിയത് എന്തിനാണെന്നും ചിദംബരംകുട്ടി മാസ്റ്റർ ചോദിച്ചു. കീടം മുതൽ കാട്ടാനയോട് വരെ മല്ലിട്ടുകൊണ്ടാണ് കർഷകർ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. വിത്തും വളവും ലഭിക്കാനും PRS ലഭിക്കാനും നെല്ലളക്കാനും വരെ സമരം ചെയ്യേണ്ട ഗതികേടാണ്. നെല്ലളന്ന കർഷകർക്ക് പണം ഉടൻ നൽകണമെന്ന ബേബി കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ അടയിരിക്കുകയാണ്. ഭൂമി തരം മാറ്റലിലൂടെ ലഭിച്ച 1600 കോടി രൂപ കർഷകർക്ക് നൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശം സർക്കാർ പാലിക്കുന്നില്ല. ഇക്കാര്യത്തിൽ ഭരണാനുകൂല കർഷക സംഘടനകൾ മറുപടി പറയണം. കേന്ദ്രവിഹിതമെങ്കിലും കർഷകർക്ക് നേരിട്ട് ലഭിക്കാനുള്ള സംവിധാനത്തിന് തടസ്സം നിൽക്കുന്നതും സംസ്ഥാന സർക്കാരാണ്. കർഷക വഞ്ചന മാത്രം നടത്തുന്ന സർക്കാരിനെതിരെ പറ്റാവുന്ന മേഖലകളിലെല്ലാം പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുമെന്നും ചിദംബരംകുട്ടി മാസ്റ്റർ പറഞ്ഞു. നെല്ല് ഉൽപ്പാദിപ്പിച്ച് ആദ്യമൊക്കെ ശല്യം, എല്ലാ ശല്യം, കീടം മുതൽ കാട്ടാന വരെ, കാട്ടുപന്നി വരെ, മയിലും മാനും വരെ, ഇതിന്റെ എല്ലാ ആക്രമണങ്ങളും സഹിച്ചുകൊണ്ടാണ് കർഷകൻ ഇന്ന് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. അറിയാലോ, പാലക്കാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഉണ്ടാക്കുന്ന നെല്ല് ഒരു 100 പ്രാവശ്യം വന്ന് പരിശോധിച്ച് ഈർപ്പം കുറഞ്ഞിട്ടില്ല, അത് നീ ഉണക്കണം എന്ന് പറഞ്ഞ് ഏജന്റുമാരുടെയും മില്ലുമാരുടെയും അതിന്റെ ശല്യം ഒന്ന് വേറെ. പഴയ പല കളങ്ങളും കറ്റകളങ്ങളും ഒന്നും ഇല്ല. അത് ഉണക്കാനും സൂക്ഷിക്കാനുള്ള സംവിധാനമില്ല. ഒരു പ്രാവശ്യം ഉണക്കി അത് വീട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, കളത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സൂക്ഷിച്ചിട്ടാണ് വെക്കുന്നത്. ഇത് മാസങ്ങളോളം വെക്കേണ്ട ഒരു സ്ഥിതി അമ്പരിച്ചു കൊണ്ടുപോകാൻ. സമിതി പ്രസിഡന്റ് വിജയൻ അധ്യക്ഷത വഹിച്ചു. കെ ശിവാനന്ദൻ നെന്മേനി, മുരളീധരൻ പല്ലശന, കെ സഹദേവൻ, ബി രാമദാസ്, വി ദീപൻ, എം അയ്യപ്പൻ, KC രാമദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണയംകുളം വല്ലപ്പുഴ റോഡിലെ പനയൂർ പാടത്തിന് സമീപം തകർന്ന കൾവർട്ടിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. അതേസമയം ഇതിലെ ഗതാഗത നിയന്ത്രണം ബുധനാഴ്ച വരെ തുടരും. വാണയംകുളം വല്ലപ്പുഴ റോഡിൽ പനയൂർ പാടത്തിന് സമീപത്താണ് കൾവർട്ട് തകർന്നതിനെ തുടർന്ന് റോഡരികിൽ ആഴത്തിലുള്ള ഗർത്തം രൂപപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. ഒറ്റപ്പാലത്ത് നിന്ന് കൈലിയാട് ഭാഗത്തേക്കും കൈലിയാട് ഭാഗത്ത് നിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്കുമുള്ള സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടുന്ന വാഹനങ്ങൾ പനയൂർ പഞ്ചായത്ത് റോഡ് വഴിയാണ് കടന്നുപോയത്. അറിയിപ്പുകൾ ലംഘിച്ച് കൾവർട്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന റോഡരികിലൂടെ ഭാരവാഹനങ്ങൾ കടന്നുപോകുന്ന സാഹചര്യവുമുണ്ടായി. പിന്നീട് ഇതിന് പൂർണ്ണമായി നിയന്ത്രണം ഏർപ്പെടുത്തി. അറ്റകുറ്റപ്പണികൾ പൂർത്തിയായെങ്കിലും 2 ദിവസം കൂടി ഗതാഗത നിയന്ത്രണം തുടരുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അറിയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. യാത്രക്കാരെ ഭയപ്പെടുത്തി വാടാനംകുറിശി. മേൽപ്പാലം നിർമ്മാണം അനന്തമായി നീളുമ്പോൾ തകർന്ന സർവീസ് റോഡുകളിലൂടെ മരണയാത്ര. അറ്റകുറ്റപ്പണി നടത്തിയ സർവീസ് റോഡുകൾ വീണ്ടും പാടെ തകർന്നു. അധികാരികൾക്ക് ഇപ്പോഴും മിണ്ടാട്ടമില്ല. ജനുവരിയിലാണ് പാലം പണിക്ക് തറക്കല്ലിട്ടത്. വാഹനത്തിരക്ക് ഏറെയുള്ള പട്ടാമ്പിക്കുളപ്പള്ളി പാതയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായി റെയിൽവേ മേൽപ്പാലം എന്ന പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. തറക്കല്ലിട്ടതിനു ശേഷം ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പൊടുന്നനെയാണ് പാലം പണി ആരംഭിച്ചത്. ഇതോടെ തുടങ്ങിയതാണ് വാടാനാംകുറിശി റെയിൽവേ ഗേറ്റ് വഴിയുള്ള ദുരിതയാത്ര. പാലം പണിയുന്നതിനായി റോഡിന്റെ ഇരുവശങ്ങളിലും സർവീസ് റോഡുകൾ പണിതിരുന്നു. മഴക്കാലം വരുവോളം ചില സർക്കസ് കാണിച്ചെങ്കിലും ആളുകൾക്ക് യാത്ര ചെയ്യാമായിരുന്നു. എന്നാൽ കുളത്തിനെ വെല്ലുന്ന കുഴികളാണ് ഇപ്പോൾ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഏറെ സംഘടനകളുടെ നിരന്തരമായ പ്രതിഷേധത്തിനൊടുവിൽ
കഴിഞ്ഞ ദിവസം റോഡ് കോറി വേസ്റ്റിട്ടും മെറ്റലിട്ടും നേരെയാക്കിയിരുന്നു. സാങ്കേതിക വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഗതാഗത യോഗ്യമാക്കിയ റോഡിന് 24 മണിക്കൂറിലധികം ആയുസ്സുണ്ടായിരുന്നില്ല. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. ആംബുലൻസുകളും ഇവിടെ കുടുങ്ങുന്നത് പതിവാണ്. ഇരുചക്ര വാഹനക്കാർ ജീവൻ പണയം വെച്ചാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. ട്രെയിൻ പോകുന്നതിനായി ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ നീണ്ട നേരത്തെ ഗതാഗതക്കുരുക്കിനെ നേരിടേണ്ട സാഹചര്യമാണ്. വലിയ വാഹനങ്ങൾ നിരന്തരം പോകുന്ന ഒരു റോഡ് കൂടിയാണ് ഇത്. ഈ റൂട്ടിലോടുന്ന ബസ്സുകൾ വാടനാംകുറിശി ഗേറ്റിലെ ഗതാഗതക്കുരുക്ക് ഭയന്ന് മത്സര ഓട്ടമാണ് നടത്തുന്നത്. ജനങ്ങളെ വെല്ലുവിളിക്കുക തന്നെയാണ് പാലം നിർമ്മാണ കമ്പനി. പാലം ഇല്ലെങ്കിലും റോഡ് ഒന്ന് നന്നായാൽ മതിയായിരുന്നു എന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന നാട്ടുകാരുടെ ഏറെ കാലത്തെ ആവശ്യമറിഞ്ഞ് പാലം കമ്പനിയിലെ ഉദ്യോഗസ്ഥന്മാർ വരികയും മോഹന വാഗ്ദാനങ്ങൾ നൽകി മുങ്ങുകയും ചെയ്തു. എല്ലാം സഹിക്കാൻ ശേഷിയുള്ള ജനങ്ങൾ അധികാരവർഗത്തിനു മുന്നിൽ തലതാഴ്ത്തുകയല്ലാതെ എന്തു ചെയ്യാൻ? 24 മണിക്കൂർ കൊണ്ട് പാലം പണി തീരുമെന്ന അവസ്ഥയിലായിരുന്നു പാലം നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം. ഇപ്പോൾ കുരുവി കൂടുകൂട്ടും പോലെ പേരിന് 1-2 പേർ പാലത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കാണാം എന്നല്ലാതെ പണി നടക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്. ഈ ദുരിതം എന്നു തീരുമെന്നാണ് റോഡ് നികുതി അടച്ച് യാത്ര ചെയ്യുന്ന ജനങ്ങളുടെ ഉള്ളിലെ ആശങ്ക. ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും പണി പൂർത്തീകരിക്കുന്ന വിശ്വാസത്തിലാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരൻ്റെയും പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് STV. കാലങ്ങളായി പാതയോരത്ത് പോലീസ് പിടിച്ചിട്ട വാഹനങ്ങൾ കാടുമൂടി ഇഴജന്തുക്കളുടെയും മാലിന്യങ്ങളുടെയും കേന്ദ്രമാകുന്നു. മങ്കര കാളിക്കാവ് റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപം 100 മീറ്റർ അകലെയായാണ് പാതവക്കിൽ വാഹനങ്ങൾ വഴിമുടക്കിയാവുന്നത്. 20 വർഷം മുമ്പ് വരെ പിടിച്ചിട്ട വാഹനങ്ങളാണ് പാതയുടെ ഇരുവശത്തും വഴിമുടക്കിയായി കിടക്കുന്നത്. പാഴ്ചെടികൾ കൊണ്ട് വണ്ടികൾ മൂടിയതിനെ തുടർന്ന് വാഹനം പോലും കാണാനാകില്ല. കാടുമൂടിയ വാഹനങ്ങളുടെ ഉൾഭാഗത്തും മാലിന്യം തള്ളിയിട്ടുണ്ട്. ഇരുഭാഗങ്ങളിലും വാഹനങ്ങളും പാഴ്മണ്ണും കിടക്കുകയാണ്. യാത്രക്കാർ ഇതിന് നടുവിലൂടെ വേണം കടന്നുപോകാൻ. 2 വാഹനങ്ങൾ നേർക്കുനേർ വന്നാൽ വശം ചേർന്ന് പോകാനും കഴിയാത്ത അവസ്ഥയാണ്. ദ്രവിച്ച് കാലപ്പഴക്കമുള്ള വാഹനങ്ങളും കുന്നുപോലെ ഇട്ട മണ്ണും നീക്കണമെന്നാണ് പ്രദേശത്തുകാരുടെ പ്രധാന ആവശ്യം. മങ്കര കോട്ടായി പാലക്കാട് ബൈപ്പാസ് റോഡാണിത്. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് പാലക്കാട് എത്താവുന്ന റോഡാണ് ഈ കാണുന്ന ഈ റോഡ്. ഈ റോഡിൻ്റെ ഇരുവശത്ത് ഒരു ഭാഗത്ത് വണ്ടി പിടിച്ചിട്ട് പോലീസുകാർ വണ്ടി പിടിച്ചിട്ടുള്ള പ്രയാസങ്ങളും ഇപ്പുറത്ത് മണ്ണും മൂടിക്കിടക്കുകയാണ്. ഇതിൻ്റെ അടുത്താണ്, ഏകദേശം 1 കിലോമീറ്റർ അടുത്താണ് ഇവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ. ഏകദേശം ഒരു 10,000-ഓളം കുട്ടികൾ നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവർക്ക് യാത്ര ചെയ്യാനോ ഈ രണ്ട് കാരണങ്ങളെല്ലാം പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്ന് മണ്ണ് നീക്കുകയും ഈ വാഹനങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്യണം. മാത്രമല്ല അടുത്തുള്ളവരൊക്കെ നമുക്കറിയാം, വീടുകളും മറ്റൊക്കെ ഉണ്ട്, അവരൊക്കെ ഇതിൽ നിന്ന് ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഭരണാധികാരികൾ ഇതിൽ നിന്ന് ഈ വണ്ടി മാറ്റം ചെയ്യുകയും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. SSF ഒറ്റപ്പാലം ഡിവിഷൻ സാഹിത്യോത്സവത്തിൽ ഒറ്റപ്പാലം സെക്ടർ ജേതാക്കളായി. സമാപന സമ്മേളനം SYS ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് അഷ്റഫി ഉദ്ഘാടനം ചെയ്തു. സാഹിത്യോത്സവത്തിൽ അമ്പലപ്പാറ സെക്ടറിനാണ് 2ാം സ്ഥാനം. പത്തിരിപ്പാല സെക്ടർ 3ാം സ്ഥാനം നേടി. അമ്പലപ്പാറ സെക്ടറിലെ സിനാൻ കലാപ്രതിഭയായും PV ഇക്രാമുൽ ഹക്ക് സർഗപ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു. സമാപന സമ്മേളനം SYS ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് അഷ്റഫി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൽ ഹമീദ് അൻവരി അധ്യക്ഷത വഹിച്ചു. ജേതാക്കൾക്കുള്ള സമ്മാനങ്ങൾ അബ്ദുൾ റഷീദ് അഷ്റഫി വിതരണം ചെയ്തു. SMA ജില്ലാ ജനറൽ സെക്രട്ടറി P അലിയാർ, SYS ജില്ലാ സെക്രട്ടറിമാരായ VP മുഹമ്മദ് റനീഷ്, T മുജീബ് പാവുക്കോണം, കേരള മുസ്ലിം ജമാഅത്ത് ഒറ്റപ്പാലം സോൺ ഫിനാൻസ് സെക്രട്ടറി TA മുസ്തഫ ഹാജി, ജനറൽ സെക്രട്ടറി K ഇസ്മായിൽ, ഹാഫിൾ അബ്ബാസ് സഖാഫി, SSF ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം നിസാർ കാരക്കാട്, ഡിവിഷൻ പ്രസിഡന്റ് ജസീർ സഖാഫി, സെക്രട്ടറി MK സൈഫുള്ള, സഹദ് വരോട്, സ്വാഗത സംഘം കൺവീനർ സുലൈമാൻ ബാഖവി തുടങ്ങിയവർ സംസാരിച്ചു. മതസൗഹാർദ്ദങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന ഒരു കാലത്ത് രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടാൻ കല കൊണ്ടും സാഹിത്യം കൊണ്ടും സാധ്യമാകുമെന്ന് SSFന്റെ സാഹിത്യോത്സവങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വയലി മഴോത്സവം 2025 ഭാഗമായി ആറങ്ങോട്ടുകര വയലരങ്ങിൽ മഴയും സംഗീതവും പ്രമേയമായ കലാപരിപാടികൾ അരങ്ങേറി. പ്രശസ്ത ഖവാലി ഹിന്ദുസ്ഥാനി ഗായിക നിസി അസീസി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വയലി മുള സംഗീത ഗ്രൂപ്പിലെ അംഗങ്ങളും നിസി അസീസിയും ചേർന്ന് മഴ പ്രമേയമായ പാട്ടുകളുടെ അവതരണവും നടന്നു.
തിരുമിറ്റക്കോട് ടീം നൂബിര ചിട്ടപ്പെടുത്തിയ സംഘനൃത്തവും കാണികളെ ആകർഷിച്ചു. വിമയുടെ ഭാഗമായ പ്രാദേശിക ഗായകരുടെ മഴക്കവിതകളും പാട്ടുകളും പരിപാടിക്ക് മിഴിവേകി. ഓഗസ്റ്റ് 9, 10 ദിവസങ്ങളിൽ നെളിയോരത്ത് മഴോത്സവം സീസൺ 9 സമാപനം കുറിക്കും. ഇതിനു മുന്നോടിയായി ജൂലൈ 13 മഴയും സിനിമയും, ജൂലൈ 27 മഴയും മലയാള സാഹിത്യവും പ്രമേയമായ പരിപാടികൾ മഴോത്സവം വിളംബരങ്ങളുടെ ഭാഗമായി ആറങ്ങോട്ടുകര വയലരങ്ങിൽ അരങ്ങേറും. ജൂലൈ 19, 20 ദിവസങ്ങളിൽ കൊല്ലങ്കോട്ടേക്ക് മഴയാത്രയും മഴോത്സവം 2025 ഭാഗമായി സംഘടിപ്പിക്കും. കാലവർഷം ചിട്ടപ്പെടുത്തിയ മലയാളിയുടെ ജീവിതക്രമങ്ങളെ ഇന്നിന്റെ നേർക്കാഴ്ചകളുമായി ചേർത്ത് വായിക്കുന്നതിനാണ് 2017 മുതൽ വയലി, ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ മഴോത്സവങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. വിനോദ് വയലി, സുധീപ് കടുകശ്ശേരി, വിശ്വനാഥ്, കുട്ടൻ അറങ്ങോട്, മനോ വയലി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇരട്ടകളായ വധൂവരന്മാർ വിവാഹശേഷം യാത്ര പറയുന്നതിനിടെ പുതുമണവാളന് മണവാട്ടിയെ ചെറുതായൊന്ന് മാറി. ഷൊർണൂർ സ്വദേശികളായ ശരത്തും സുജിത്തുമാണ് ആ വൈറൽ താരങ്ങൾ. ആ ചിരിനിമിഷം ദിവസങ്ങൾക്കുള്ളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ 1 കോടിയിലേറെ പേരാണ് കണ്ടത്. കണ്ടവർ പറയുന്നു, ഭാഗ്യം താലി കെട്ടുമ്പോൾ മാറിയില്ലല്ലോ എന്ന്. ഇരട്ട സഹോദരന്മാരായ ഷൊർണൂർ പരുത്തിപ്ര പത്മാനിവാസിൽ KP ശരത്, KP സുജിത്ത് എന്നിവരുടെയും ഇരട്ട സഹോദരിമാരായ തിരുവനന്തപുരം ആറ്റിങ്ങൽ ഇന്ദിരയിൽ ഡോക്ടർ ശ്രീദേവി, ഡോക്ടർ ശ്രീലക്ഷ്മി എന്നിവരുടെയും വിവാഹം ജൂൺ 20 ഏറ്റുമാനൂർ ക്ഷേത്രത്തിലായിരുന്നു നടന്നത്. ഇരട്ടകളെന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഒരുപോലെ തന്നെ. ബന്ധുക്കളോട് യാത്ര പറഞ്ഞ ശേഷം ശരത്ത് ചേർത്ത് പിടിക്കാൻ ചെന്നത് സഹോദരൻ്റെ ഭാര്യയെ. അക്കിടി പറ്റിയെന്ന് മനസ്സിലായ ഉടൻ തൻ്റെ ഭാര്യ ശ്രീദേവിയുടെ അടുത്തെത്തി. യാത്ര പറയലിൻ്റെ വേദനയുള്ള നിമിഷമാണെങ്കിലും കൂട്ടച്ചിരി ഉയർന്നു. ഫോട്ടോഗ്രാഫർ ഭവിനേഷ് ഭരതനാണ് ഈ രംഗം അവിചാരിതമായി ക്യാമറയിൽ പകർത്തുകയും വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തത്. സംഗതി വൈറലായി. ഈ കഴിഞ്ഞ 20-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ കല്യാണം. ഏറ്റുമാനൂർ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇത് സിറ്റുവേഷൻ എന്താ വെച്ചാൽ, ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ അച്ഛനോടും അമ്മോടും യാത്ര പറഞ്ഞിട്ട് കാറിലോട്ട് കയറാൻ പോകുന്ന ഒരു സമയത്തായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആളെ മാറിപ്പോയത്. ഇത് രണ്ടുപേരും നല്ല മേക്കപ്പിലായിരുന്നു. ഒന്നാമത്തെ കാര്യം അതായിരുന്നു മെയിൻ ആയിട്ടുള്ള ആ റീസൺ. അപ്പൊ ആ ഒരു സീൻ പറയുന്നത് ഞങ്ങളുടെ ക്യാമറമാൻ ഭവി ഭരതൻ ഷൂട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ഇവൻ പറഞ്ഞ പോലെ തന്നെ എന്താ വെച്ചാൽ ഞാൻ ബ്രദറിന്റെ വൈഫില് ഷോൾഡറിൽ കൈവച്ചു. ഇവളായിരുന്നു. അപ്പോൾ അവളുടെ ഷോൾഡറിൽ കൈവച്ചു. അപ്പോൾ അവളുടെ സമയത്ത് പറഞ്ഞു ആരും അറിയത് അവിടെയാണ് അവളെ നിൽക്കുന്നത് എന്നൊക്കെ. ഇതേ ആയുർവേദ ഡോക്ടർമാരായ ശ്രീദേവിയും ശ്രീലക്ഷ്മിയും ചെന്നൈയിൽ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരത്ത് മെഡിക്കൽ രംഗത്ത് ഗവേഷണം നടത്തുന്നു. സുജിത്ത് കെമിസ്ട്രിയിൽ ഗവേഷണം നടത്തുകയാണ്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. 16 കോടി രൂപ ചെലവഴിച്ച് നൂതന ദൃശ്യ ശ്രവ്യ സാങ്കേതിക വിദ്യകളോടെ നവീകരിച്ച തൃശൂർ കൈരളി ശ്രീ തിയേറ്ററുകൾ പ്രദർശന സജ്ജമായി. തിയേറ്റർ സമുച്ചയത്തിൻ്റെ സമർപ്പണം ജൂലൈ 1 രാവിലെ 11 മണിക്ക് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. സാങ്കേതിക മികവ് പരീക്ഷിക്കുന്നതിന് വൈകിട്ട് 6 മണിക്ക് തുടരും സിനിമയുടെ സൗജന്യ പ്രദർശനം നടത്തും. ടിക്കറ്റ് വെച്ചുള്ള പ്രദർശനം ജൂലൈ 4 മുതലാണ്. അത്യാധുനിക സംവിധാനങ്ങളായ RGB 4K ലേസർ പ്രൊജക്ടർ, ഹ്യൂഗോ സിൽവർ സ്ക്രീൻ, 36 ചാനൽ ഡോൾബി അറ്റ്മോസ് ശബ്ദ സംവിധാനം, മികച്ച ശീതീകരണി, ശരീരഘടനയ്ക്ക് അനുയോജ്യമായ ഇരിപ്പിടങ്ങൾ, ഉൾവശത്ത് മ്യൂറൽ ചിത്രങ്ങൾ, LED പ്രകാശ സംവിധാനം, സമുച്ചയത്തിൽ ബേബി ഫീഡിംഗ് റൂമുകൾ, ലിഫ്റ്റ്, കഫ്റ്റീരിയ, വെയിറ്റിംഗ് ഏരിയ, ഗസ്റ്റ് റൂം, ഭിന്നശേഷി സൗഹൃദമായ ശുചിമുറികൾ, റാമ്പ്, വീൽചെയർ സൗകര്യങ്ങൾ എന്നിവ നവീകരണത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്.
ഇരു തിയേറ്ററുകളിലുമായി 850ഓളം ഇരിപ്പിടങ്ങളുണ്ട്. കൈരളി ശ്രീ തിയേറ്റർ ബാൽക്കണിയിൽ യഥാക്രമം 33, 36 പ്ലാറ്റിനം സോഫ സീറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട്. വിപുലമായ വാഹന പാർക്കിംഗ് ഏരിയയുമുണ്ട്. 4-ാം തീയതി ധീരൻ, ജുറാസിക് വേൾഡ് റീബർത്ത്, സിതാരെ സമീൻ പർ എന്നീ സിനിമകൾ പ്രദർശിപ്പിക്കും. ആ കട്ടൺ റൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്പൂതിരി ചിത്രം വരെ, അതിൻ്റെ അക്വാസ്റ്റിക്സിൻ്റെ പ്രത്യേകത വരെ, ഡോൾബിയുടെയും മാർക്കോയുടെയും ഒക്കെ സാങ്കേതിക മികവുകളുള്ള ഉപകരണങ്ങൾ വരെ, ഈ ഡോൾബി സൗണ്ട് സിസ്റ്റം ഏകദേശം അതിന് 2 കോടി രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട്. അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി അത് നടത്തിയിട്ടുള്ള പോരാട്ടം തന്നെ, വലിയ യുദ്ധം തന്നെ നടത്തേണ്ടി വന്നു അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പൊതുമേഖലയിൽ, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷൻ, ഒരു പൊതുമേഖലയിൽ പൊതുജനങ്ങൾക്ക് സർക്കാർ മേഖലയിൽ ഉന്നത സാങ്കേതിക വിദ്യ പ്രദാനം ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ആ ചിന്തയുടെയും ഫിലോസഫിയുടെയും പിന്നിൽ. അത് അക്ഷരാർത്ഥത്തിൽ അത് ക്രമീകരിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ഇതോടനുബന്ധിച്ച് പറയാനായിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു എന്നിവർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. KFDC MD പ്രിയദർശനൻ, മറ്റ് ഭാരവാഹികളായ സംവിധായകൻ MA നിഷാദ്, മെൽവിൻ മാത്യു, S രാധാകൃഷ്ണൻ, G വിദ്യ, അർച്ചന പ്രഭു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഹയർ സെക്കൻഡറി സ്കൂൾ സമുച്ചയത്തിൻ്റെയും നവീകരിച്ച AC കമ്പ്യൂട്ടർ ലാബിൻ്റെയും സ്റ്റേജിൻ്റെയും ഉദ്ഘാടനം ജൂലൈ 2-ന് രാവിലെ 10 മണിക്ക് നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. ചേലക്കര MLA UR പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. KSFEയുടെ CSR ഫണ്ടിൽ നിന്നും 12.5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് AC കമ്പ്യൂട്ടർ ലാബിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. 2023-24 വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്മരണയ്ക്കായി കലോത്സവത്തിന് ഒരു ഊണ് പദ്ധതിയിൽ സംഘാടക സമിതി നിർമ്മിച്ച സ്റ്റേജും കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി 2023-24 വാർഷിക പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഹയർ സെക്കൻഡറി കെട്ടിട സമുച്ചയവുമാണ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. ജൂലൈ 2-ാം തീയതി SMT ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചാണ് ജൂലൈ 2-ാം തീയതി രാവിലെ 10 മണിക്കാണ് നമ്മുടെ പുതിയ കെട്ടിടം KSFE CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കമ്പ്യൂട്ടർ ലാബ് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളുടെ വിജയോത്സവം, അതോടൊപ്പം തന്നെ സബ് ജില്ലാ കലോത്സവം ഇവിടെ നടന്നപ്പോൾ കലോത്സവത്തിനൊരു ഊണ് എന്ന് പറഞ്ഞ് നമുക്കൊരു ആ പദ്ധതിയുടെ ഭാഗമായി നമ്മളൊരു സ്റ്റേജും അന്നേ ദിവസം സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് ജൂലൈ 2-ാം തീയതി രാവിലെ 10 മണിക്കാണ്. വാർത്താസമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ സുനിത N, പ്രധാനാധ്യാപിക ഫാത്തിമ സുഹറ, PTA വൈസ് പ്രസിഡന്റ് സുമയ്യ കബീർ, PTA എക്സിക്യൂട്ടീവ് മെമ്പർ C സുരേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കൂത്തുപറമ്പ് വെടിവെപ്പിൽ ആരോപണ വിധേയനായ റവാഡ ചന്ദ്രശേഖരെ സംസ്ഥാന പോലീസ് മേധാവിയായി തെരഞ്ഞെടുത്തത് രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കേണ്ട പ്രശ്നമല്ലെന്ന് മുതിർന്ന CPM നേതാവ് P ജയരാജൻ. കേസിൽ റവാഡ ചന്ദ്രശേഖർ 2012 കുറ്റവിമുക്തനായി. വിമർശനവും സ്വയം വിമർശനവും CPM-ൽ നടത്താമെന്നും പാർട്ടിക്കകത്ത് പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്നും P ജയരാജൻ. പാലക്കാട് സപ്ലൈകോ ഓഫീസിനു മുന്നിൽ പ്രതീകാത്മക പിച്ചതണ്ടൽ സമരവുമായി കർഷക സംരക്ഷണ മുന്നണി. പ്രതിഷേധ സമരം നെല്ലളന്ന മാസങ്ങളായിട്ടും വില ലഭിക്കാത്ത സാഹചര്യത്തിൽ കർഷകർക്ക് പണം നൽകാൻ കഴിയാത്തത് പരാജയമാണെന്ന CPI വിലയിരുത്തൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന ഏറ്റുപറച്ചിലാണെന്ന് സമിതി രക്ഷാധികാരി ചിദംബരൻകുട്ടി മാസ്റ്റർ. വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ പനയൂരിലെ തകർന്ന കൾവർട്ടിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയായി. ഗതാഗത നിയന്ത്രണം ബുധനാഴ്ച വരെ തുടരും. മേൽപ്പാല നിർമ്മാണം അനന്തമായി നീളുമ്പോൾ വാടാനംകുറിശ്ശിയിൽ യാത്രാ ദുരിതം തുടരുന്നു. അറ്റകുറ്റപ്പണി നടത്തിയ സർവീസ് റോഡുകൾ വീണ്ടും പാടെ തകർന്നു. നവീകരിച്ച തൃശൂർ കൈരളി ശ്രീ തിയേറ്ററുകൾ പ്രദർശന സജ്ജമെന്ന് KFDC. തിയേറ്ററുകൾ നൂതന ദൃശ്യശ്രവ്യ സാങ്കേതിക വിദ്യകളോടെ നവീകരിച്ചത് 16 കോടി രൂപ ചെലവിൽ. തിയേറ്റർ സമുച്ചയത്തിന്റെ സമർപ്പണം ജൂലൈ 1-ന്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.